നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഞാൻ കവിത കണ്ണൻ. ക്രിസ്തുമസ് നമ്മോട് പറഞ്ഞു വെക്കുന്നത് എന്താണ്? ഇതാണ് ഇന്നത്തെ ശുഭദിന ചിന്ത. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിയർ. അന്ന് പള്ളിയിലെ കുർബാന കഴിഞ്ഞ് അച്ഛൻ ഇറങ്ങുമ്പോൾ അച്ഛനെ കാത്ത് അവൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്തുള്ള കടലോര ദേശത്താണ് അവൻ്റെ വീട്. പലപ്പോഴും അച്ഛൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ അവൻ പള്ളിയിലെത്താറുണ്ട്. അച്ഛൻ അവനെ ചേർത്ത് പിടിച്ച് എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചു. അവൻ പറഞ്ഞു, കടലിൻ്റെ മക്കളാണ് ഏറ്റവും അനുഗ്രഹീതർ എന്ന് അങ്ങ് പറഞ്ഞില്ലേ? പക്ഷേ എൻ്റെ നാട്ടിലും വീട്ടിലുമെല്ലാം എന്നും കഠിനമായ ദാരിദ്ര്യമാണ്. എൻ്റെ അമ്മ അന്നദാനം നടത്തുന്ന ഇടത്തു നിന്ന് കഞ്ഞി വാങ്ങിക്കൊണ്ടുവന്ന് വെയിലത്ത് വെച്ച് ഉണക്കി അരിയാക്കി ആ അരി വേവിച്ചാണ് പലപ്പോഴും ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. ഞങ്ങളുടെ ദേശത്തുള്ള അമ്മമാർ തങ്ങൾക്കാവുന്ന ദിനത്തോളം മീൻകൊട്ടയുമായി പ്രാഞ്ചി നടക്കുന്നു. ഒരു ദിവസം അവരും ആ കൊട്ടയും ഒരുമിച്ച് നിലംപൊത്തുന്നു. പിന്നെ എങ്ങനെയാണ് കടലോരത്തുള്ളവർ ഏറ്റവും അനുഗ്രഹീതരാണെന്ന് അങ്ങേക്ക് പറയാൻ സാധിക്കുന്നത്? ദൈവം എന്താണ് ഞങ്ങൾക്ക് നൽകുന്നത്? അച്ഛൻ അവനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കറിയാമോ, കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ആരാധനാലയങ്ങൾ എല്ലാം ഉള്ളത് കടപ്പുറത്താണ്. അവിടെ തുറയിൽ ഒരു തുണ്ട് ഭൂമി കുടികിടപ്പ് കിട്ടിയവർ പോലും ഒരു തെങ്ങ് പള്ളിക്ക് വേണ്ടി ഉഴിഞ്ഞു വയ്ക്കും. പഞ്ചാര മണലിലിരുന്ന് അവർ ധ്യാന പ്രസംഗം കേൾക്കും. നോമ്പുകാലങ്ങളിൽ അവർ ദോസ്ത വിളിക്കും. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല എന്ന യേശു മൊഴിയുടെ നക്ഷത്രം തെളിയുന്നത് ഇവിടെയാണ്. പണം കൊണ്ട് ഇനിയും വാങ്ങാനാകാത്ത ധനങ്ങളുണ്ട്. ആ ധനങ്ങളുടെ ധാരാളിത്തമാണ് കടലോര ദേശത്ത് കാണാനാകുന്നത്. യേശുവിൻ്റെ ആദ്യ കേൾവിക്കാരും ശിഷ്യന്മാരുമെല്ലാം കടലോരത്തുള്ളവരാണ്. ദൈവത്തിന് ഏറെ പ്രിയപ്പെട്ടവരുടെ ഇടം. അവൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. അതെ, ഒരു കാരണവുമില്ലാതെ ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യർ എല്ലാ കാലത്തുമുണ്ട്. യാതൊരുവിധ ഐശ്വര്യങ്ങളുമില്ലാതിരിക്കുമ്പോഴും ബന്ധങ്ങൾക്ക് തീവ്രത നഷ്ടപ്പെടാതിരിക്കാൻ ഈ ദൈവസ്നേഹം നമ്മെ സഹായിക്കുന്നുണ്ട്. ക്രിസ്തുമസ് പറഞ്ഞു വെക്കുന്നതും ഇത്തരമൊരു കഥയാണ്. ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഇഴയടുപ്പത്തിൻ്റെ കഥ. കാര്യകാരണങ്ങളില്ലാതെ നമുക്കും ഈശ്വരനെ തേടാനാകട്ടെ, ജീവിതം കൊണ്ട് സ്തുതിക്കാനാകട്ടെ. ശുഭദിനം.